നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് എവർക്കും സ്വാഗതം. ഇന്നലെ ഫ്രാൻസിനെതിരെയുള്ള മത്സരത്തിന് ആദ്യ പകുതി കഴിഞ്ഞപ്പോൾ റാഫിഞ്ഞയെ പിൻവലിച്ചിരുന്നു കോച്ച് കാർലോ ആഞ്ചലോട്ടി. പിന്നാലെ വന്ന ലൂയിസ് എൻട്രിക്ക് പൊളിച്ചടുക്കിയ പ്രകടനം നടത്തുകയും ചെയ്തു. അത്ര വലിയൊരു ഇമ്പാക്റ്റ് ഒന്നും റാഫിഞ്ഞയ്ക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. പക്ഷെ കോച്ച് കളിക്ക് ശേഷം പറഞ്ഞു റാഫിഞ്ഞയ്ക്ക് മസിൽ ഇഷ്യൂ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് പിൻവലിച്ചത് എന്ന്. ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരം അദ്ദേഹത്തിന് അടുത്ത മത്സരം കളിക്കാൻ കഴിഞ്ഞേക്കില്ല എന്നാണ്. അദ്ദേഹത്തിന് പരിക്കുണ്ടോ എന്നുള്ളത് ഇന്ന് വീണ്ടും ടെസ്റ്റ് ചെയ്യും. അതിനുശേഷമാണ് പരിക്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമാകുള്ളൂ. പരിക്കുണ്ടെങ്കിൽ എന്തായാലും അടുത്ത കളി കളിക്കില്ല. ഇനി പരിക്കില്ലെങ്കിലും കളിക്കില്ല അത്രേ. ചാമ്പ്യൻസ് ലീഗ് കളിയൊക്കെ വരികയാണ്, അപ്പോൾ അത് റിസ്ക്കാണ്. തിരികെ പോവുകയാണ് അത്രേ. ബ്രസീലിലെ മാധ്യമം ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. വെറുതെ അല്ല ആളുകളൊക്കെ പറയുന്നത്, ബ്രസീലിലെ ചില താരങ്ങൾക്ക് ക്ലബിനാണ് പ്രാധാന്യം, അല്ലാതെ രാജ്യത്തിനല്ല എന്ന്. ഏതായാലും നമുക്ക് ഗ്ലോബോയുടെ റിപ്പോർട്ടിലേക്ക് പോകാം. ബാഴ്സലോണയും ബ്രസീലിയൻ ദേശീയ ടീമും റാഫിഞ്ഞയുടെ കാര്യത്തിൽ കൂടുതൽ പരിക്ക് വഷളാവാതിരിക്കുന്നതിന് വേണ്ടിയിട്ട് പരസ്പരം കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. അത്ലറ്റിക്കോ മാഡ്രിഡിനെതിരെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഫസ്റ്റ് ലെഗ് മത്സരം ഏപ്രിൽ 8-നാണ്. അതായത് ക്വാർട്ടർ ഫൈനലിൻ്റെ ഫസ്റ്റ് ലെഗ് ഏപ്രിൽ 8-ലാണ് അത്ലറ്റിക്കോ മാഡ്രിഡും FC ബാഴ്സലോണയും തമ്മിൽ കളിക്കുന്നത്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ പരിക്ക് വഷളാക്കണ്ട എന്നാണ് അവർ പരസ്പരം കോൺടാക്ട് ചെയ്ത് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇനി ഇഞ്ചുറി കണ്ടെത്തിയാൽ, ഇന്നിപ്പോൾ വീണ്ടും ടെസ്റ്റ് ഉണ്ടല്ലോ, ഇഞ്ചുറി കണ്ടെത്തിയാൽ തീർച്ചയായിട്ടും താരം സ്പെയിനിലേക്ക് മടങ്ങും ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. ഇനിയിപ്പോൾ ഈവൺ ഇഫ് ദർ ഇസ് നോ ഇഞ്ചുറി, റാഫിഞ്ഞ ഈസ് എക്സ്പെക്റ്റഡ് ടു ബി റെസ്റ്റഡ് അഗെയിൻസ്റ്റ് ക്രൊയേഷ്യ ഓൺ ട്യൂസ്ഡേ. പരിക്കില്ലെങ്കിലും ക്രൊയേഷ്യക്കെതിരെ കളിക്കില്ല, റെസ്റ്റ് ആയിരിക്കുമെന്ന്. കാരണം എന്താണെന്നറിയോ? ഇപ്പോൾ പ്രധാനപ്പെട്ട മത്സരങ്ങൾ ക്ലബിലൊക്കെ വരാൻ പോവുകയല്ല, ഇപ്പോൾ റിസ്ക് എടുക്കണ്ടെന്ന്. ഫ്രാൻസിനെതിരെ അദ്ദേഹം കാലിൻ്റെ തുടഭാഗത്ത് പെയിനുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ സബ് ചെയ്തത്. ഓൾറെഡി അദ്ദേഹം മസിൽ ഫാറ്റിങ്ങിനുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ട്. സബ്സ്റ്റിറ്റ്യൂഷൻ ശരിക്കും നടത്തിയത് കൂടുതൽ റിസ്ക് എടുക്കണ്ട എന്ന് തീരുമാനിച്ചിട്ടാണെന്ന് കൂടി ഗ്ലോബോ റിപ്പോർട്ട് ചെയ്യുന്നു. ചുരുക്കത്തിൽ ക്ലബിലെ കളി നഷ്ടപ്പെടുത്താൻ പാടില്ല. രാജ്യത്തിൻ്റെ കളി നഷ്ടപ്പെടുത്തിയാലും കുഴപ്പമില്ല. പരിക്കുണ്ടെങ്കിൽ പിന്നെ ഓക്കെ, തിരികെ പോകാം, അതിനൊന്നും പ്രശ്നമില്ല. പക്ഷേ പരിക്കില്ലെങ്കിലും കളിക്കില്ല അത്രേ, അതാണ് പറയുന്നത്. ചില ബ്രസീലിയൻ താരങ്ങൾ ക്ലബ് പ്രൊഡക്ട്സ് ആണെന്ന്. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങൾ റാഫ് ടോക്സിൽ എത്താം.